എല്ലാവർക്കും കോറിലേഷൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് സ്പെഷ്യൽ ടൈപ്പ് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുക. കോറിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കാണുന്നതിന് വേണ്ടി നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി കാണാത്തവർക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫ്രം ദി ഡാറ്റ ഗിവൺ ബിലോ ഫൈൻഡ് ദ നമ്പേഴ്സ് ഓഫ് ഐറ്റംസ്. നമ്പർ ഓഫ് ഐറ്റംസ്, അതായത് n കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലമാണിത്. അതായത് കോറിലേഷൻ്റെ ഫോർമുലയൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് n തന്നിട്ടില്ല, ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് n നമ്പർ ഓഫ് ഐറ്റംസ്, എത്ര പേഴ്സ് ഓഫ് ഒബ്സർവേഷൻ, എത്ര ഐറ്റംസ് ആണ് എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യനിൽ പറയുക. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി ആർ വാല്യൂ, കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. സിഗ്മ XY തന്നിട്ടുണ്ട്. സിഗ്മ Y, അതായത് നമുക്ക് സ്റ്റാൻഡേർഡ് ഡിവിഷൻ Y സീരീസിൻ്റെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ തന്നിട്ടുണ്ട്. സിഗ്മ X² തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. വേറെ എക്സ് ആൻഡ് വൈ ആർ ഡീവിയേഷൻസ് ഫ്രം അരിത്തമാറ്റിക് മീൻ എന്നും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തന്നിരിക്കുന്ന എക്സ്, ഇവിടെ ഈ എക്സും ഈ വൈ ഒക്കെ എന്താണ്? ദീസ് ആർ ഡീവിയേഷൻ ഫ്രം അരിത്തമാറ്റിക് മീനിൽ നിന്നുള്ള ഡീവിയേഷനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തന്നിരിക്കുന്ന വിവരങ്ങൾ, ഈ തന്നിരിക്കുന്ന ക്ലൂ, ഇതിനൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഏത് ഫോർമുല ഉപയോഗിച്ചാണ് നമുക്കിത് വർക്കൗട്ട് ചെയ്യേണ്ടതിനെക്കുറിച്ചൊരു ഐഡിയ വേണം. അപ്പോൾ അരിത്തമാറ്റിക് മീനിൽ നിന്നുള്ള ഡീവിയേഷൻ എടുത്തുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഡയറക്റ്റ് മെത്തേഡാണ് അല്ലേ. ഡയറക്റ്റ് മെത്തേഡിൽ തന്നെ ടൈപ്പ് 2 ആണ് നമ്മൾ അരിത്തമാറ്റിക് മീൻ യൂസ് ചെയ്തുകൊണ്ട്, ആക്ച്വൽ മീൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കോറിലേഷൻ കണ്ടുപിടിക്കുക. നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്നവർക്ക് ഈ ഡയറക്റ്റ് മെത്തേഡിൽ ടൈപ്പ് 2 ഡീവിയേഷൻസ് ആർ ടേക്കൺ ഫ്രം ആക്ച്വൽ മീൻ അല്ലേ. അതിൽ നമ്മൾ ഈ ഒരു ഇക്വേഷനാണ് ഇതിന് ബാധകമായിട്ട് വരുന്നത്. ഈ ഒരു ഇക്വേഷൻ വെച്ചുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കുക. കാരണം നിങ്ങൾക്ക് ഇവിടെ സിഗ്മ XY തന്നിട്ടുണ്ട്, അതുപോലെ നമുക്ക് സിഗ്മ X² സിഗ്മ Y² ഇതിൽ ഒരെണ്ണം തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ മിസ്സിംഗ് ആയിട്ടുള്ളത് നമുക്ക് ഒരെണ്ണം മാത്രമേ മിസ്സിംഗ് ഉള്ളെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് വർക്കൗട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിനുശേഷം നമുക്ക് n കണ്ടുപിടിക്കാൻ, ഇവിടെ n ഒന്നും ഇല്ല അല്ലേ. n കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് n കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ സൊല്യൂഷന് വേണ്ടി ഇവിടെ ആറ് കണ്ടുപിടിച്ചിരിക്കുന്ന ഇക്വേഷൻ ഇതുപയോഗിച്ചാണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. തന്നിരിക്കുന്ന വിവരങ്ങൾ വെച്ച് അതിലേക്ക് നമുക്ക് തന്നിരിക്കുന്ന മറ്റ് വാല്യൂസിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ R എന്ന് പറയുന്നത് 0.5 ആണ് അല്ലേ. R = 0.5 അത് നമ്മൾ എഴുതി. = ഇനി നമുക്ക് തന്നിരിക്കുന്നത് സിഗ്മ XY അല്ലേ. സിഗ്മ XY 120 എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിവിടെ ഇങ്ങോട്ട് എടുത്ത് എഴുതാം. സിഗ്മ XY 120 ആണ്, അതങ്ങോട്ട് എഴുതി. ദെൻ ഡിവൈഡഡ് ബൈ റൂട്ട് നമുക്ക് എന്താണ്, സിഗ്മ X² ആണല്ലേ. ഇവിടെ സിഗ്മ X² നമുക്ക് നൽകിയിട്ടുണ്ട്, സിഗ്മ X². അപ്പോൾ നമുക്ക് റൂട്ട് 90 ഇൻറ്റു സിഗ്മ Y². നമുക്കിവിടെ മിസ്സിംഗ് ആണ്, അത് നമുക്ക് നൽകിയിട്ടില്ല അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഐറ്റം മാത്രമാണ് മിസ്സിംഗ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫോർമുല നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് ബാക്കിയുള്ള വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്കതിനെ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കുക? അതിപ്പോൾ ഇവിടെ നമുക്ക് ഈ റൂട്ട് ആദ്യം ഒഴിവാക്കുക എന്നുള്ളൊരു ലക്ഷ്യം നമുക്ക് ഉണ്ടായിരിക്കണം. റൂട്ട് നമുക്ക് ഒഴിവാക്കിയെങ്കിലാണ് നമുക്ക് സ്മൂത്തായിട്ട് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ റൂട്ട് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് സാധാരണ ചെയ്യുന്നൊരു കാര്യം നിങ്ങളത് മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് റൂട്ട് എവിടെയെങ്കിലും ഒരു സൈഡിൽ വരുന്നുണ്ടെങ്കിൽ റൂട്ട് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ രണ്ട് സൈഡിൻ്റെയും സ്ക്വയർ ചെയ്താൽ മതി. അതുകൊണ്ടാണ് സ്ക്വയറിങ് ബോത്ത് സൈഡ്, രണ്ട് സൈഡിനെ സ്ക്വയർ ചെയ്യുക. അതായത് 0.5 സ്ക്വയർ എടുക്കുക. അപ്പോൾ തന്നെ ഇവിടെ നമുക്ക് 120 സ്ക്വയർ എടുക്കുക. താഴെ വരുന്ന ഇതിനാണ് റൂട്ടുള്ള ഭാഗം അല്ലേ. ഇതിനെ സ്ക്വയർ ചെയ്യാൻ വേണ്ടി റൂട്ട് അങ്ങ് ഒഴിവാക്കിയാൽ മതി. റൂട്ട് ഒഴിവാക്കുന്നത് സ്ക്വയർ ചെയ്യുന്നതിന് തുല്യമാണല്ലേ. അതായത് റൂട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്ക്വയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് റൂട്ട് ഒഴിവാക്കി ബാക്കി എഴുതുക. 90 ഇൻറ്റു സിഗ്മ Y². ഇപ്പോൾ ഇങ്ങനെ വരും അല്ലേ. അപ്പോൾ അത് ഓർത്തിരിക്കുക. നമുക്ക് റൂട്ട് ഒഴിവാക്കാൻ വേണ്ടി സ്ക്വയർ ചെയ്യുന്ന കാര്യം ഇവിടെ നിങ്ങൾ സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. അത് നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇനി ബാക്കി എന്ത് ചെയ്താൽ മതി, ബാക്കി നമുക്ക് ഇതിനെ വർക്കൗട്ട് ചെയ്തെടുത്താൽ മതി. നമുക്ക് 0.25 സ്ക്വയർ എന്ന് പറയുമ്പോൾ 0.25 എന്ന് പറയും. 120യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 14,400 വരും. താഴെ നമുക്ക് 90 ഇൻറ്റു സിഗ്മ Y² അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ നമുക്ക് ഈ ഒരു താഴെ കിടക്കുന്ന ഐറ്റത്തെ നമുക്ക് എന്ത് കൊണ്ടുവരാം, ഇങ്ങോട്ട് കൊണ്ടുവരാം അല്ലേ. ലെഫ്റ്റ് സൈഡിലേക്ക് ഈക്വൽ ടു സൈൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ വരും അല്ലേ. 0.25 ഇൻറ്റു 90 ഇൻറ്റു സിഗ്മ Y² എന്ന് വരും അല്ലേ. ഈ = 14,400 എന്ന് വരും. നമുക്ക് 0.25നെ നമുക്ക് 90 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് 22.5 എന്ന് കിട്ടും ഇൻറ്റു സിഗ്മ Y² എന്ന് വരും അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സിഗ്മ Y² എത്രയായിരിക്കും? ഈ ഒരു 22.5നെ നമുക്ക് ഇതിൻ്റെ അടിയിലേക്ക് കൊണ്ടുവന്നാൽ മതി അല്ലേ. ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കുവാണ്. താഴോട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 14,400 ഡിവൈഡ് ബൈ 22.5 എന്ന് വരും. അപ്പോൾ നമുക്ക് സിഗ്മ Y² നമുക്ക് കിട്ടും 640 എന്നുള്ളത് ഉത്തരം കിട്ടും അല്ലേ. അപ്പോൾ സിഗ്മ Y² നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്, ഇവിടെ സിഗ്മ Y തന്നിട്ടുണ്ട് അല്ലേ. സിഗ്മ Y തന്നിട്ടുണ്ട്. സിഗ്മ Y എന്ന് പറയുന്നത് 8 ആണ്. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ Y സീരീസിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് 8 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും.
സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈ സീരീസിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി റൂട്ട് ഓഫ് സിഗ്മ വൈ സ്ക്വയർ ഡിവൈഡ് ബൈ n ആണല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ വൈ സ്ക്വയർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, 640 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് n കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. അപ്പോൾ നോക്കുക, ഇവിടെ നമുക്ക് സിഗ്മ വൈ എന്ന് പറയുന്നത് 8 ആണ്, ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. P = റൂട്ട് 640 ഡിവൈഡ് ബൈ n ആണല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് റൂട്ട് വന്നിട്ടുണ്ടല്ലേ. ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, റൂട്ട് ഒഴിവാക്കാൻ വേണ്ടി സ്ക്വയർ ചെയ്താൽ മതി അല്ലേ, രണ്ട് സൈഡും സ്ക്വയർ ചെയ്യണം. അപ്പോൾ അതായത് ലെഫ്റ്റ് സൈഡിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമ്മൾ എന്ത് ചെയ്യണം, സ്ക്വയർ ചെയ്യണം. അപ്പോൾ സ്ക്വയറിങ് ബോത്ത് സൈഡ്, രണ്ട് സൈഡും നമ്മൾ സ്ക്വയർ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തിനു വേണ്ടിയാണ് ഓർത്തിരിക്കുക, നമ്മൾ റൂട്ട് വരുമ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് സ്ക്വയർ ചെയ്യുന്നത് അല്ലേ, റൂട്ട് വരുമ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി. അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസ് നമുക്ക് കിട്ടും, അത് വെച്ചുകൊണ്ട് നമുക്ക് n-ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയും ചെയ്യാം. അപ്പോൾ 8 സ്ക്വയർ എന്ന് ഇവിടെ 8 സ്ക്വയർ എന്ന് എഴുതുക. ഈ സൈഡിൽ റൂട്ട് ഒഴിവാക്കാമെന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഈ ഒരു സ്ക്വയർ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ റൂട്ട് അങ്ങ് ഒഴിവാക്കിയാൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് 640 ഡിവൈഡ് ബൈ n എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 8 സ്ക്വയർ എത്രയാണ്, 64 ആണ്. n-നെ ഇങ്ങോട്ട് എടുക്കുന്നു ലെഫ്റ്റ് സൈഡിലേക്ക്. അപ്പോൾ 64 × n എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്ക് = 640 എന്ന് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ n-ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, 640 ഡിവൈഡ് ബൈ 64. അപ്പോൾ നമ്മൾ 10 എന്നുള്ളത് നമുക്ക് n-ൻ്റെ വാല്യൂ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതേ രീതിയിലുള്ള പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാവുന്നതുള്ളൂ. ആകെ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇതിൽ നിന്ന് നമുക്ക് ഏത് ഫോർമുലയാണ് ഉപയോഗിച്ചിരിക്കുന്നത് തന്നിരിക്കുന്ന വാല്യൂ വെച്ചുകൊണ്ട് മനസ്സിലാക്കണം, r കണ്ടുപിടിക്കാൻ വേണ്ടി. അതിനുശേഷം ഏതാണ് മിസ്സിംഗ് ഫിഗർ എന്ന് കണ്ടുപിടിക്കണം. സിഗ്മ x സ്ക്വയർ ഇവിടെ തന്നിട്ടുണ്ട്. സിഗ്മ വൈ സ്ക്വയർ നമുക്ക് ഇവിടെ മിസ്സിംഗ് ആണ് അല്ലേ, ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് സിഗ്മ വൈ സ്ക്വയർ കണ്ടുപിടിക്കുന്നു. നമുക്കിവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ y തന്നിട്ടുണ്ട്. ആ ഇക്വേഷനോട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, n-ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുക. നമുക്കത് മറ്റൊരു പ്രോബ്ലം നോക്കാം. എ സ്റ്റുഡൻറ്റ് കാൽക്കുലേറ്റ്സ് ദ വാല്യൂ ഓഫ് r ആസ് 0.90. നമുക്ക് r വാല്യൂ ഒരു 0.90 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ, ഹൈലി പോസിറ്റീവ് കോഫിഷ്യൻ്റ് കോറിലേഷൻ ആണല്ലേ. വെൻ ദ വാല്യൂ ഓഫ് n ഈസ് 9, നമുക്ക് 9 എന്ന് പറയുന്നത് n ആണെങ്കിൽ, അതായത് നമ്പർ ഓഫ് പെയർസ് ഓഫ് ഒബ്സർവേഷൻ 9 ആണെങ്കിൽ, ആൻഡ് ദാറ്റ് കോയിൻസിഡൻസ് എന്താണ്, r ഈസ് ഹൈലി സിഗ്നിഫിക്കൻറ്റ്. അപ്പോൾ r ഹൈലി സിഗ്നിഫിക്കൻ്റ് ആണെന്ന് പറയുന്നത് അല്ലേ, കാരണം നമുക്ക് 0.90 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈസ് ദ കൺക്ലൂഷൻ കറക്റ്റ്, ഈ കൺക്ലൂഷൻ കറക്റ്റ് ആണോ, അതായത് r വാല്യൂ സിഗ്നിഫിക്കൻ്റ് ആണോ, r വാല്യൂ റെലവൻ്റ് ആണോ, നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാണോ, ഡിപ്പെൻഡബിൾ ആണോ എന്നുള്ളതാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഈസ് ദ കൺക്ലൂഷൻ കറക്റ്റ്, ഈ ഒരു r കണ്ടുപിടിച്ചിരിക്കുന്ന വാല്യൂ കറക്റ്റ് ആണെന്നുള്ള, n 9 ആണെങ്കിൽ r കണ്ടുപിടിച്ചിരിക്കുന്ന വാല്യൂ കറക്റ്റ് ആണെന്ന്. അപ്പം നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ r കണ്ടുപിടിച്ചിരിക്കുന്ന വാല്യൂ അത് ഡിപ്പെൻഡബിൾ ആണോ എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, പ്രോബബിൾ എറർ ആണ് അല്ലേ. പ്രോബബിൾ എററിൻ്റെ ടോപ്പിക്ക് പഠിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്, പ്രോബബിൾ എററാണ് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് പ്രോബബിൾ എറർ വെച്ച് ഇത് കണ്ടുപിടിക്കുക എന്നുള്ളത് ഡയറക്റ്റായിട്ട് ചോദിക്കുന്നതിന് പകരം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് r വാല്യൂ കറക്റ്റ് ആണോ, r-ൻ്റെ വാല്യൂ നമുക്ക് ഡിപ്പെൻഡബിൾ ആണോ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രോബബിൾ എറർ നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ പ്രോബബിൾ എറർ കണ്ടുപിടിച്ചിട്ട് r വാല്യൂ എന്ന് പറയുന്നത് അത് പ്രോബബിൾ എററിനേക്കാളും കൂടുതലാണെങ്കിൽ, 6 ടൈംസ് കൂടുതലാണെങ്കിൽ നമുക്കത് സിഗ്നിഫിക്കൻ്റ് ആണെന്ന് പറയാം. അല്ല കുറവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്, അല്ലെങ്കിൽ ദർ ഇസ് നോ കോറിലേഷൻ എന്നുള്ള ഒരു അസംഷനിലേക്ക് എത്താം അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ പ്രോബബിൾ എറർ കണ്ടുപിടിക്കുക. അപ്പോൾ ഈ പ്രോബബിൾ എറർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഇക്വേഷനിലേക്ക് നോക്കുക, ഇവിടെ നമുക്ക് ആകെ അറിയേണ്ടത് r വാല്യൂ എത്രയാണെന്നുള്ളതും അല്ലേ, r സ്ക്വയറോട് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ r വാല്യൂ അറിയണം, പിന്നെ n അറിയണം. അതായത് r-ഉം n-ഉം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോബബിൾ എറർ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും, വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് നമുക്ക് കോൺസ്റ്റൻ്റ് ആണല്ലേ, ഇത് നമുക്ക് എല്ലാ ഇക്വേഷനും വരുന്നതാണ്. 0.6745 എന്ന് പറയുന്നത് അത് പ്രോബബിൾ എറർ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ളൊരു വാല്യൂ തന്നിരിക്കുന്നതാണ്. ആ വാല്യൂ തന്നെ നമുക്ക് എപ്പോഴും എടുത്താൽ മതി. അപ്പോൾ ഇൻറ്റു 1 - r സ്ക്വയർ, r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.90 ആണ്. അപ്പോൾ നമുക്ക് 0.9 അല്ലേ, 0.9 എന്ന് എഴുതാം, 0.9 സ്ക്വയർ അല്ലേ, 0.9 സ്ക്വയർ ഡിവൈഡ് ബൈ √10 അല്ലേ, √9 നമുക്ക് ഇവിടെ 9 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വർക്കൗട്ട് ചെയ്യുന്നു, 1 - 0.81 വരും, ഡിവൈഡ് ബൈ √9 ഇൻറ്റു 0.6145 അല്ലേ. അപ്പോൾ നമുക്ക് ഉത്തരം നമുക്ക് എത്ര കിട്ടും, 0.0427 കിട്ടും. അപ്പോൾ നമ്മൾ എന്താണ് കണ്ടുപിടിച്ചിരിക്കുന്നത്, പ്രോബബിൾ എറർ ആണല്ലേ. പ്രോബബിൾ എറർ നമുക്ക് എത്ര കിട്ടി, 0.0427 കിട്ടി. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇനി നമുക്ക് ഈ കണ്ടുപിടിച്ചിരിക്കുന്ന പ്രോബബിൾ എറർ, അതായത് അതിൻ്റെ 6 ടൈംസ് എടുക്കുമ്പോൾ r വാല്യൂ ആണോ കൂടുതൽ, അതോ ഈ പ്രോബബിൾ എററിൻ്റെ 6 ടൈംസ് വാല്യൂ ആണ് കൂടുതൽ എന്നുള്ളത് നമ്മൾ നോക്കണം അല്ലേ. അപ്പോൾ r വാല്യൂ ആണ് കൂടുതലെങ്കിൽ അത് സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി, ഈ രീതിയിൽ ചെയ്താൽ മതി, r ഡിവൈഡ് ബൈ p ചെയ്താൽ മതി അല്ലേ. r ഡിവൈഡ് ബൈ p, r എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് 0.90, p എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു 0.0427, ഇവിടെ നിങ്ങൾക്ക് 0.0427 ഇറങ്ങും, ഇവിടെ 0 മിസ്സിംഗ് ആണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ 0.0427, അപ്പോൾ നമുക്ക് 21.077 കിട്ടും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, അതായത് ഇവിടെ 21.0
0.77 ആണ് R/PE കിട്ടിയെന്നാൽ ഇത് അർത്ഥമാക്കുന്നത് R വാല്യൂ എന്ന് പറയുന്നത് പ്രോബബിൾ എററിൻ്റെ 21.07 മടങ്ങുണ്ടെന്നാണ്, ഇത്രയും ടൈംസ് ഉണ്ടെന്നാണ്. 21.077 ടൈംസ് ആണ് ഈ പ്രോബബിൾ വാല്യൂവിൻ്റെ R. അതായത് പ്രോബബിൾ വാല്യൂവിനെ നമ്മൾ 6 തവണ മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് ഈ ഒരു കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ 6 കിട്ടുക എന്നുള്ളതാണ് കേട്ടോ. 6 തവണ മൾട്ടിപ്ലൈ ചെയ്യുക. 6 ടൈംസ് P എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അത് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. R/P കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 21.077 ആണെങ്കിൽ പ്രോബബിൾ എററിനെ 21 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താണ് 6 കിട്ടുക എന്നുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് 6 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ കറക്റ്റാണ്. അങ്ങനെ അപ്പോൾ അതിനേക്കാളും കൂടുതൽ വരുന്നുണ്ടല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ്? അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇവിടെ നമുക്ക് സിൻസ് R ഈസ് ഗ്രേറ്റർ ദാൻ 6 ടൈംസ്, 6 ടൈംസിനേക്കാളും കൂടുതൽ 21 ടൈംസ് എന്ന് പറയുന്നത്, 6 ടൈംസ് എങ്കിലും മിനിമം മതി അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അതുകൊണ്ട് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഈസ് ഹൈലി സിഗ്നിഫിക്കൻ്റ് ആൻഡ് ദ സ്റ്റുഡൻറ്റ് ഈസ് കറക്റ്റ് ഇൻ ഹിസ് കൺക്ലൂഷൻ. കറക്റ്റായിട്ടുള്ള കൺക്ലൂഷനാണ് സ്റ്റുഡൻറ്റ് കണ്ടുപിടിച്ചിരിക്കുന്ന കൺക്ലൂഷൻ. R വാല്യൂ എന്ന് പറയുന്നത് അത് സിഗ്നിഫിക്കൻ്റ് ആണ്, കറക്റ്റ് ആണെന്നുള്ള അസംഷനിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് കോറിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഷോർട്ട് പ്രോബ്ലംസ് ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് പഠിച്ചു വയ്ക്കുക. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കറക്ഷൻ ഇൻ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കുമ്പോൾ അതുമായിട്ട് വാല്യൂസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും തെറ്റായിട്ട് വാല്യൂസ് എടുക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് കറക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത്, അതിനെ സംബന്ധിച്ച് 1-2 പ്രോബ്ലംസ് കൂടിയുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, താങ്ക്